ശുഭാപ്തി വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു 4 വരികളുണ്ട്. പണ്ട് കോളേജ് മാഗസീനിൽ കണ്ട മനോഹരമായൊരു 4 വരികളാണ്. ഇതിനു മുമ്പ് മറ്റേതോ ഒരു വീഡിയോയിൽ ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: എല്ലാ പേമാരികളും പെയ്തൊഴിയും, അശാന്തിയുടെ കരിമേഘങ്ങളൊഴിയും, ഒരു വസന്തകാലം വരിക തന്നെ ചെയ്യും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. പ്രതീക്ഷിക്കുന്നത് പോലെ മാത്രമാവണമെന്നില്ല. അപ്രതീക്ഷിതമായ ഒരുപാട് അനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു യാത്രയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, അതുപോലെ തന്നെ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അവസ്ഥകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്നുണ്ട്, വലിയ സംഘർഷങ്ങളിലേക്ക് മനസ്സിനെ തള്ളിയിടുന്നുണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് പറയുന്ന മനോഹരമായ ഒരു വാക്ക് ബി പോസിറ്റീവ് എന്നായിരിക്കും, അല്ലേ? പോസിറ്റീവായി ചിന്തിക്കാൻ നമ്മളെ പലരും പ്രേരിപ്പിക്കും. പറയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു വാക്കാണത്. പക്ഷേ അത് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ പോസിറ്റീവായിട്ടുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചേ മതിയാവും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ പഠിച്ചേ മതിയാവും. കാരണം നമ്മുടെ ജീവിതം ഇനിയും നമുക്ക് മുന്നോട്ട് നീക്കിയേ പറ്റും, അല്ലേ? മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്, ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പോസിറ്റീവായ ചിന്തകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഏത് പ്രതിസന്ധികൾക്കിടയിലും ശക്തമായി മുന്നോട്ട് നയിക്കുന്ന എല്ലാ ചിന്തകളും പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് പോസിറ്റീവായി ചിന്തിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് പറയാൻ കാരണം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും പോസിറ്റീവായ കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും പോസിറ്റീവായ കാര്യം എന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല, ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാനാവുക എന്നുള്ളതാണ് ഒരു മനസ്സിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എല്ലാം ശുഭമായി തീരുമെന്ന ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നത്, അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാനസികമായ സംഘർഷങ്ങളിലേക്കുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുകയല്ല ചെയ്യുന്നത്, പകരം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുക, അല്ലേ? എന്നാൽ ഇവിടെയാണ് ശുഭാപ്തി വിശ്വാസം എന്ന വാക്കിന്റെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുക. എന്ത് പ്രശ്നങ്ങളും, എന്ത് പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും, കഷ്ടപ്പാടുകളും, ഏത് സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടാകുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുക, അത് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു കരുത്ത് നൽകുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. നമുക്ക് എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് കുറെ കൂടി എളുപ്പത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഇന്നലകളിലേക്ക്, നമ്മൾ നടന്നു വന്ന, നമ്മുടെ കാൽപ്പാട് കയറ്റുവാങ്ങിയ മൺതരികളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഇല്ലേ? ഒരുപാട് നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരുപാട് വേദനകളുടെയും ഒരുപാട് പ്രതിസന്ധികളുടെയും ജീവിതം കൈവിട്ടു പോയി എന്ന് തോന്നിയ നിമിഷങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ, ഓർമ്മകൾ അതിലുണ്ട്. പക്ഷേ ജീവിതം അവിടെ സ്റ്റക്കായി പോയോ? ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ ഇല്ല. അതിനെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് നമ്മൾ ഇന്ന് ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത്, അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റും. പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നിടത്താണ് ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നേരിടാൻ കഴിയാതെ പോകുന്നത്. അതിന് പകരം ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുക. ഇന്നലകളിൽ പല പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ടിട്ടുണ്ട്. അന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് മുന്നോട്ട് പോവില്ല എന്ന്. പക്ഷേ അതൊക്കെ മുന്നോട്ട് പോകാനും അതിനെയൊക്കെ നേരിടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നുള്ള പ്രശ്നങ്ങളെയും ഇന്നത്തെ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാനാവും. ജീവിതം ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നാളെയും പ്രശ്നങ്ങളുണ്ടാകും, അതും കടന്നു പോകും. ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടേതാണ്. ഒരുപക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിന്റെ അർത്ഥം പ്രശ്നങ്ങൾ എന്നുകൂടിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ആരും ഈ ലോകത്ത് ഇല്ലാത്തതുകൊണ്ട്.
അപ്പോൾ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ നേരിടുക എന്നുള്ളതും അതിനെ അതിജീവിക്കുക എന്നുള്ളതും അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് നേരിടാനും മുന്നോട്ട് പോകാനും കഴിയണം. ഒരു പഴയ കഥയില്ലേ, നമുക്കൊക്കെ അറിയുന്ന കഥയാണ്, പലവട്ടം പല ആളുകളും വായിക്കുകയും കേൾക്കുകയും ചെയ്ത കഥ തന്നെയാണ്. എന്നാൽ ഈ ഒരു ടോപ്പിക്കിന് അനുയോജ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് സൂചിപ്പിക്കുകയാണ്. ഇത് കഥയാണ് എന്ന് പറയാൻ കഴിയില്ല, ഒരു ചെറിയ സംഭവ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കൽ അക്ബർ ചക്രവർത്തി മഹാനായ പണ്ഡിതനായ ബീർബലിനോട് ഒരു വാചകം ചുമരിൽ എഴുതാൻ ആവശ്യപ്പെട്ടു. ഒരു നിബന്ധനയുണ്ടായിരുന്നു പക്ഷെ, അതായത് അത് വായിക്കുമ്പോൾ സന്തോഷമുള്ള സമയത്ത് സങ്കടവും ഒരുപാട് സങ്കടമുള്ള സമയത്ത് സന്തോഷവും തോന്നുന്നതായിരിക്കണം ആ വാചകമെന്ന്. അങ്ങനെ കുറച്ചു സമയം ആലോചിച്ചതിന് ശേഷം ബീർബൽ ഒരു വാചകം എഴുതി. ആ വാചകം ഇങ്ങനെയായിരുന്നു: ഈ സമയവും കടന്നുപോകും. വളരെ ലളിതമായ ഒരു വാചകം, വളരെ ചെറിയ ഒരു വാചകം. എന്നാൽ അതിൻ്റെ അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് വളരെ 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 വലുതായിരുന്നു, അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സുന്ദരമായ ഒരു വാക്കാണത്. നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ആ വാചകം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ സമയവും കടന്നുപോകും. അതായത് ഇപ്പോഴുള്ള സന്തോഷം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്ന ഓർമ്മപ്പെടുത്തലാണതല്ലേ. എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും സങ്കടമുള്ള ഒരു നിമിഷത്തിൽ, മനസ്സൊക്കെ തകർന്നു കിടക്കുന്ന നിമിഷത്തിൽ നിങ്ങളൊന്ന് ആ വാചകം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ സമയവും കടന്നു പോകും, അല്ലെ? നമ്മുടെ സങ്കടങ്ങളും കടന്നു പോകും ജീവിതത്തിൽ. അതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ, ഇന്നലകളിലും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, തകർച്ചകൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ആ സമയമൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇന്ന് നമുക്ക് വേറെ കുറെ പ്രശ്നങ്ങളാണ്. അത് ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്. ഇവിടെയാണ് നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. അപ്പോൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാവുക, എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മനസ്സിനുടമയാവുക. ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കിടയിലും പുഞ്ചിരിയോടെ ജീവിതത്തെ സമീപിക്കുവാനും നേരിടാനും കഴിയും. ശുഭാപ്തി വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു 4 വരികളുണ്ട്. പണ്ട് കോളേജ് മാഗസീനിൽ കണ്ട മനോഹരമായൊരു 4 വരികളാണ്. ഇതിനു മുമ്പ് മറ്റേതോ ഒരു വീഡിയോയിൽ ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: എല്ലാ പേമാരികളും പെയ്തൊഴിയും, അശാന്തിയുടെ കരിമേഘങ്ങളൊഴിയും, ഒരു വസന്തകാലം വരിക തന്നെ ചെയ്യും. വളരെ മനോഹരമായ വരിയല്ലേ? എല്ലാ പേമാരിയും പെയ്തൊഴിയും, അശാന്തിയുടെ കരിമേഘങ്ങളൊഴിയും, ഒരു വസന്തകാലം വരിക തന്നെ ചെയ്യും. അതായത് സങ്കടങ്ങളുടെ പേമാരികളൊക്കെ പെയ്തു തോരുമെന്നേ, പ്രതികൂലമായ സാഹചര്യങ്ങളുടെ കാർമേഘങ്ങളൊക്കെ വിട്ടൊഴിയുകയും ചെയ്യും. അതിലപ്പുറം ഒരു വസന്തകാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് അന്ധമായി നമ്മൾ വിശ്വസിക്കുക. ഏത് പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടുവാനും മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. ശുഭാപ്തി വിശ്വാസമുള്ള നല്ല മനുഷ്യരായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.